Hi my dear ones, welcome to CSCB Ranker, your one-stop channel for cracking CSCB exams in Kerala. നമ്മൾ സെക്ഷൻ 41 എക്സംഷൻ ഫ്രം കമ്പൽസറി രജിസ്ട്രേഷൻ ഓഫ് ഇൻസ്ട്രുമെൻറ്റ്സ് അതായിരുന്നു പഠിച്ചുകൊണ്ടിരുന്നത്. അതിലെ ക്വസ്റ്റ്യൻസ് നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 1, സെക്ഷൻ 41 ഡീൽസ് വിത്ത് എക്സംഷൻ ഫ്രം വിച്ച് റിക്വയർമെൻറ്റ്? ആൻസർ, കമ്പൽസറി രജിസ്ട്രേഷൻ ഓഫ് ഇൻസ്ട്രുമെൻറ്റ്സ്. സെക്ഷൻ 41 എന്തിൽ നിന്നുള്ള എക്സംഷൻ അഥവാ ഒഴിവാക്കലിനെയാണ് അതിനെക്കുറിച്ചാണ് പറയുന്നത്. അത് ഇൻസ്ട്രുമെൻ്റ് രജിസ്റ്റർ ചെയ്യുന്നത് നിർബന്ധം അല്ല. അതായത് രേഖകൾ, സൊസൈറ്റിയുടെ രേഖകൾ രജിസ്റ്റർ ചെയ്യുന്നതിന് നിർബന്ധമില്ല എന്നാണ് സെക്ഷൻ 41 പറഞ്ഞിരിക്കുന്നത്. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 2, which act is mentioned under section 41 in relation to registration? Answer, Indian Registration Act 1908. രജിസ്ട്രേഷനുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് സെക്ഷൻ 41 ഏത് ആക്ടിനെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്? അത് ഇന്ത്യൻ രജിസ്ട്രേഷൻ ആക്ട് 1908. 1908 ഇന്ത്യൻ രജിസ്ട്രേഷൻ ആക്ടിനെ കുറിച്ചാണ് സെക്ഷൻ 41 രജിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട് പറഞ്ഞിരിക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 3, വിച്ച് സെക്ഷൻസ് ഓഫ് ദി ട്രാൻസ്ഫർ ഓഫ് പ്രോപ്പർട്ടി ആക്ട് 1882 are referred to under section 41? Answer, section 54 and 59. സെക്ഷൻ 41 പറയുന്ന ട്രാൻസ്ഫർ ഓഫ് പ്രോപ്പർട്ടി ആക്ട് 1882 ട്രാൻസ്ഫർ ഓഫ് പ്രോപ്പർട്ടി ആക്ടിലെ ഏതൊക്കെ സെക്ഷനാണ് ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്? അത് സെക്ഷൻ 54 59. അടുത്തത് ഒരു മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ ആയിട്ടാണ് ചെയ്തേക്കുന്നത്. അക്കോർഡിംഗ് ടു സെക്ഷൻ 41, ഇൻസ്ട്രുമെൻറ്റ്സ് റിലേറ്റിംഗ് ടു വിച്ച് ഓഫ് ദ ഫോളോയിങ് ആർ എക്സംപ്റ്റ് ഫ്രം കമ്പൽസറി രജിസ്ട്രേഷൻ? ഓപ്ഷൻ എ, ഷെയർസ് ഇൻ എ സൊസൈറ്റി. ബി, പാർട്ട്ണർഷിപ്പ് എഗ്രിമെൻറ്റ്സ്. സി, സെയിൽ ഡീഡ്സ് ഓഫ് ലാൻഡ്. ഡി, വിൽസ്. ആൻസർ, ഷെയർസ് ഇൻ എ സൊസൈറ്റി. സെക്ഷൻ 41 പ്രകാരം നിർബന്ധിത രജിസ്ട്രേഷൻ ആവശ്യമില്ലാത്ത ഇൻസ്ട്രുമെൻ്റ് താഴെ പറയുന്നതിൽ ഏതാണെന്നുള്ളതാണ്. അത് ഷെയർസ് ഇൻ എ സൊസൈറ്റിയാണ്. സൊസൈറ്റിയിലെ ഷെയർസിന് രജിസ്ട്രേഷൻ നിർബന്ധമില്ല എന്ന് നമ്മൾ പഠിച്ചതാണ്. ക്വസ്റ്റ്യൻ നമ്പർ 5, ഡിബഞ്ചേഴ്സ് ഇഷ്യൂഡ് ബൈ എ സൊസൈറ്റി നീഡ് നോട്ട് ബി കമ്പൽസറിലി രജിസ്റ്റേർഡ് if they do not create or assign rights in dash. Answer, immovable property. അതായത് ഒരു സൊസൈറ്റി പുറത്തിറക്കുന്ന ഡിബഞ്ചേഴ്സ് അവ ഇമ്മൂവബിൾ പ്രോപ്പർട്ടിയെ സംബന്ധിച്ച അവകാശങ്ങൾ സൃഷ്ടിക്കുകയോ കൈമാറുകയോ ചെയ്യുന്നില്ലെങ്കിൽ നിർബന്ധിത രജിസ്ട്രേഷൻ ആവശ്യമില്ല എന്നാണ് പറയുന്നത്. അതും നമ്മൾ പഠിച്ചതാണ്. ക്വസ്റ്റ്യൻ നമ്പർ 6, which of the following requires exemption from registration under section 41B? Options: A, debentures not affecting immovable property, sale of agricultural land, gift of immovable property. Option D, lease of building. Answer, debentures not affecting immovable property. സെക്ഷൻ 41B പ്രകാരം രജിസ്ട്രേഷനിൽ നിന്നും ഒഴിവാക്കിയിരിക്കുന്നത് എന്താണ്? അത് ഡിബഞ്ചേഴ്സ് നോട്ട് അഫക്റ്റിംഗ് ഇമ്മൂവബിൾ പ്രോപ്പർട്ടിയാണ്. അതായത് ഇമ്മൂവബിൾ പ്രോപ്പർട്ടി ഡിബഞ്ചേഴ്സ് ഇഷ്യൂ ചെയ്യുന്നത് ഇമ്മൂവബിൾ പ്രോപ്പർട്ടിയുമായിട്ട് ബന്ധമില്ല എങ്കിൽ അതിന് രജിസ്ട്രേഷൻ ആവശ്യമില്ല എന്നുള്ളതാണ്. ക്വസ്റ്റ്യൻ നമ്പർ 7, എൻഡോഴ്സ്മെൻറ്റ് ഓർ ട്രാൻസ്ഫർ ഓഫ് എനി ഡിബഞ്ചേഴ്സ് ഇഷ്യൂഡ് ബൈ എ സൊസൈറ്റി requires registration. Statement is true or false? Answer, false. It is exempt from compulsory registration under section 41C. അതായത് സൊസൈറ്റി പുറത്തിറക്കുന്ന ഡിബഞ്ചേഴ്സ് കൈമാറ്റം ചെയ്യുന്നതിന് രജിസ്ട്രേഷൻ ആവശ്യമാണ്. ആ സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണോ തെറ്റാണോ എന്നാണ്. അത് തെറ്റാണ്. കാരണം
ഈ കമ്പൽസറി രജിസ്ട്രേഷൻ സെക്ഷൻ 41C പ്രകാരം ഡിബഞ്ചേഴ്സ് ഇഷ്യൂ ചെയ്യുന്നത് രജിസ്റ്റർ ചെയ്യേണ്ട കാര്യമില്ല, അത് കൈമാറ്റം ചെയ്യേണ്ടതിന് രജിസ്റ്റർ ചെയ്യേണ്ട കാര്യമില്ല എന്നാണ് നമ്മൾ പഠിച്ചത്. അങ്ങനെ നമ്മൾ സക്സസ്ഫുള്ളി നമ്മളുടെ 5 ചാപ്റ്റേഴ്സ് കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. ഇനി നമുക്ക് നെക്സ്റ്റ് 6ാമത്തെ ചാപ്റ്ററായ സ്റ്റേറ്റ് എയ്ഡ് ടു ദി കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ്, കോഓപ്പറേറ്റീവ് സൊസൈറ്റികൾക്ക് ഗവൺമെൻറ് കൊടുക്കുന്ന സപ്പോർട്ട്, അതാണ് അടുത്തതായി പഠിക്കുന്നത്. അത് സെക്ഷൻ 42 മുതൽ 54 വരെയാണ്. നമുക്ക് ആ ചാപ്റ്ററിലോട്ട് കിടക്കാം. സെക്ഷൻ 42 ഡയറക്റ്റ് പാർട്ട്ണർഷിപ്പ് ഓഫ് ഗവൺമെൻറ് ഇൻ സൊസൈറ്റീസ്. സെക്ഷൻ 42 subsection 1 The government may subscribe directly to the share capital of a society with limited liability. Section 42 subsection 2 Notwithstanding any agreement to the contrary, the government shall not be entitled to a dividend on the shares of any such society at a rate higher than that at which such dividend is payable to any other shareholder of the society. സൊസൈറ്റിയുടെ ഷെയറിൽ ഗവൺമെൻറ് ഡയറക്റ്റ് പാർട്ട്ണർഷിപ്പ്, അതായത് ഗവൺമെൻറ് നേരിട്ട് സൊസൈറ്റിയുടെ ഷെയർസ് എടുക്കുന്നതിനെക്കുറിച്ചാണ് സെക്ഷൻ 42 പറയുന്നത്. ഇനി 42(1) പറയുന്നു, ഒരു ലിമിറ്റഡ് ലയബിലിറ്റി ഉള്ള സൊസൈറ്റിയുടെ ഷെയർ സർക്കാരിന് നേരിട്ട് എടുക്കാൻ സാധിക്കും, അതിന് പറ്റും. 42(2) പറയുന്നു, ഗവൺമെൻറ് ഇങ്ങനെ സൊസൈറ്റിയുടെ ഷെയർ എടുത്താലും മറ്റു ഷെയർ ഹോൾഡേഴ്സിന് കൊടുക്കുന്ന അതേ ലാഭവിഹിതം മാത്രമായിരിക്കും ഗവൺമെൻറ്റിന് ലഭിക്കുക. ഗവൺമെൻറ് ആണെന്ന് കരുതിയിട്ട് അവിടെ പ്രത്യേക പ്രിഫറൻസ് ഒന്നും ഉണ്ടായിരിക്കില്ല. അതായത് സർക്കാർ നേരിട്ട് ഒരു സഹകരണ സംഘത്തിൻ്റെ ഓഹരി എടുത്താലും സർക്കാരിന് പ്രത്യേകമായി അധിക ലാഭമൊന്നും ലഭിക്കില്ല എന്നുള്ളതാണ്. നെക്സ്റ്റ് സെക്ഷൻ 43 Indirect partnership of government in societies. The government may provide monies to a society for the purchase of shares in other societies with limited liability. ഇനി സെക്ഷൻ 43 ഇൻഡയറക്റ്റ് പാർട്ട്ണർഷിപ്പ്, അതായത് സർക്കാർ ഒരു സഹകരണ സംഘത്തിന് പണം കൊടുത്തിട്ട് ആ സംഘം മറ്റൊരു ലിമിറ്റഡ് ലയബിലിറ്റി ഉള്ള സഹകരണ സംഘത്തിൽ നിന്ന് ഓഹരി വാങ്ങാൻ സാധിക്കും. അതായത് ഗവൺമെൻറ്റിന് നേരിട്ടല്ലാതെ ഒരു സംഘം വഴി ഇൻഡയറക്റ്റ് ആയിട്ട് മറ്റൊരു സംഘത്തിലെ ഷെയർ ഹോൾഡറായി മാറാമെന്നുള്ളതാണ്. അതായത് സെക്ഷൻ 42 സർക്കാർ നേരിട്ട് ഓഹരി വാങ്ങുന്നു, സെക്ഷൻ 43 സർക്കാർ പണം നൽകി മറ്റൊരു സംഘം വഴി ഓഹരി വാങ്ങുന്നു. ഇനി നമുക്ക് ബുള്ളറ്റ് പോയിൻറ്റ്സ് ആക്കിയിരിക്കുന്നത് നോക്കാം. സെക്ഷൻ 42 ഡയറക്റ്റ് പാർട്ട്ണർഷിപ്പ് ഓഫ് ഗവൺമെൻറ് ഇൻ സൊസൈറ്റീസ്. ഗവൺമെൻറ് may subscribe directly to the share capital of a society with limited liability. Government cannot receive dividend at a rate higher than that paid to other shareholders. Even if there is an agreement to the contrary, dividend rules remain the same. Section 43 Indirect partnership of government in societies. Government may provide money to a society. Such money can be used by the society to purchase shares in other societies with limited liability. ഇനി നമുക്ക് കഴിഞ്ഞ ക്ലാസ്സിലെ ക്വസ്റ്റ്യൻ്റെ ആൻസേഴ്സ് നോക്കാം. Who wrote the famous book We the People? Answer Nani Palkiwala. Next, meaning of proclaim. Answer announce officially or publicly. അതായത് പ്രഖ്യാപനം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 3F 6G 11I 18L and dash. Find the next term. Answer is 27P. എങ്ങനെയാണ് കിട്ടുക? ഇവിടെ ആദ്യം നമ്പേഴ്സ് നോക്കാം. 3 + 3 is 6, 6 + 5 is equal to 11, 11 + 7 is equal to 18 and 18 + 9 is equal to 27. 3, 5, 7, 9 ആ ഒരു ക്രമത്തിലാണ് കൂട്ടിയിരിക്കുന്നത്. ഇനി അടുത്ത ലെറ്റേഴ്സോ
എഫും നോൻ്റെ അടുത്ത ലെറ്ററായ ജി ആണ് അടുത്തത് വന്നിരിക്കുന്നത്. ഇനി ജിയും അടുത്ത നമ്പർ കഴിഞ്ഞ് അടുത്ത ലെറ്റർ കഴിഞ്ഞ് രണ്ടാമത്തേതാണ് ജി എച്ച് ഐ. ദെൻ ഐ കഴിഞ്ഞിട്ട് മൂന്നാമത്തെ ലെറ്ററാണ് ഐ ജെ കെ എൽ, മൂന്നാമത്തെ ലെറ്റർ. ദെൻ എൽ കഴിഞ്ഞിട്ട് നാലാമത്തെ ലെറ്റർ എൽ എം എൻ ഒ പി. അങ്ങനെയാണ് അത് കണ്ടുപിടിക്കേണ്ടത്. Now your turn to answer. Question number 1. Who gave the call for evergreen revolution? Next, meaning of benevolent. Next, if belief is coded as AFKKDI, which word could be coded as seldom? Leave your answer in the comment box and stay tuned for the next episode. Thank you very much.